നടക്കുമ്പോൾ പ്രത്യാശയേറിടുന്നേ. ഞാൻ ബ്രോൺസിലാകുന്ന കാലത്ത് തൻ്റെ ഒരു ആഗ്രഹമായിരുന്നു തൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഈ ക്യൂൻസിലേക്ക് എന്നെ കൊണ്ടുവരണമെന്നുള്ളത്. അന്ന് നിങ്ങൾക്കറിയാം എൻ്റെ ജീവിതം. പക്ഷേ ഈ കർത്താവിൻ്റെ ദാസൻ മുഖാന്തരമാണ് ഞാൻ ഇത്രത്തോളം അടുക്കുവാനുണ്ടായ, ദൈവത്തിൽ ആശ്രയിക്കുവാനുണ്ടായ കാരണം. നിങ്ങളാരും ചിന്തിക്കുന്നത് കണക്ക് പറയുവാൻ നമുക്കെല്ലാം എളുപ്പമാണ്. ഒരു മിനിസ്ട്രി തുടങ്ങി, അല്ലെങ്കിൽ ഒരു മൺഡേ പ്രാർത്ഥന തുടങ്ങി, അല്ലെങ്കിൽ അവിടെ മിനിസ്ട്രി തുടങ്ങി, അല്ലെങ്കിൽ ഒരു കെട്ടിടം പണിതു, അതിൻ്റെയൊക്കെ പിന്നിൽ എന്തുമാത്രം കഠിനാധ്വാനവും. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ, 2 കൊരിന്ത്യർ അധ്യായത്തിൽ പറയുന്ന പോലെ, അടി കൊള്ളാം, ഒന്ന് കുറേ 5 അടി കൊണ്ടു, 5 വട്ടം 40 അടി, ഒരടി, ഒന്ന് കുറേ 39 പ്രാവശ്യം അടി കൊണ്ടു. കള്ളന്മാരായുള്ള ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത് എല്ലാം കഴിച്ചിട്ട് അവസാനം പറഞ്ഞോട്ട് കള്ളസഹോദരന്മാരായുള്ള ആപത്ത്. പക്ഷെ അത് സഹിക്കുവാനും അതിനെ തരണം ചെയ്യുവാനുമുള്ള ദൈവത്തിൻ്റെ ഒരു കൃപ തന്നിലുണ്ടായിരുന്നത് കൊണ്ട് താൻ ഇത്രത്തോളം പിടിച്ചു നിന്നു. അതിനൊരു തെളിവാണ് ഇന്ന് പള്ളിപ്പാട്ട് കാണുന്ന ഡിവൈൻ പ്രൈം മിനിസ്റ്ററുടെ ആ ബിൽഡിങ്. അതിന് എത്രമാത്രം ശത്രുത ഉണ്ടായിരുന്നെന്നും അത് തകർക്കുവാൻ എത്ര പേര് നോക്കിയെന്നുമൊക്കെ അത് തനിക്കറിയാവുന്ന കാര്യം. എന്നാൽ അതെല്ലാം കഷ്ടപ്പെട്ട് താൻ അതിനെയെല്ലാം തരണം ചെയ്യാനുള്ള ഒരു മനസ്സ് തനിക്കുണ്ടായിരുന്നു. ദൈവീയ കൃപയുണ്ടായിരുന്നതുകൊണ്ടാണ് ഇന്ന് ആ ബിൽഡിംഗ് അവിടെ നിലനിൽക്കുന്നത്. ഇന്ന് അവിടെ അനേകർക്ക് വേണ്ടി അനേകരെ സഹായിക്കുവാനും അനേക ജീവിത പാവങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യൽ മെഷീനും മറ്റും മേടിച്ചു കൊടുത്ത് ഫ്രീ ആയിട്ട് പഠിപ്പിക്കുവാനും ബൈബിൾസ് ക്ലാസ്സുകൾ തുടങ്ങുവാനും 2 പാസ്റ്റേഴ്സിൻ്റെ കുടുംബങ്ങൾക്ക് വേണ്ട ചെലവുകളെല്ലാം കൊടുത്ത് നടത്തുവാനും ഒക്കെ അത് നമ്മൾക്കാർക്കും മനസ്സിലാകത്തില്ല. അതിനുള്ള സാമ്പത്തികം എവിടുന്ന താൻ നടന്ന് പിരിവ് നടത്തിയിട്ടല്ല ഇതൊന്നും നടത്തുന്നത്. താൻ ചെല്ലുന്ന സമയങ്ങളിലെല്ലാം അതുപോലെ തന്നെ എൻ്റെ സഹോദരങ്ങളെ ഇത്രത്തോളം സ്നേഹിച്ച് ഒരു കുടുംബം പോലെ എല്ലാവരെയും കൂടെ ഒന്നിച്ച് യോജിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു കുടുംബം ഞാൻ എൻ്റെ നാട്ടിൽ കണ്ടിട്ടില്ല, ഇത്ര സ്നേഹത്തോടെ. അതുകൊണ്ടാണ് ഇന്നും സാലി മരിക്കുന്ന ദിവസം വെളുപ്പിന് 2 മണി 2:30 ആയപ്പോൾ ഞാൻ ചോദിച്ചു എന്താടിയെന്ന് ചോദിച്ചപ്പോൾ അച്ചാച്ചൻ പോയി എന്ന് പറഞ്ഞ് കരയുന്നതാണ് ഞാൻ കേൾക്കുന്നു. എനിക്കും ആ സമയങ്ങളിൽ പോകാൻ സാധിച്ചില്ല, കോൾഡിൻ്റെ അസുഖത്താൽ കാണാൻ സാധിച്ചില്ല. എന്നാൽ എന്നെ വിളിക്കുകയും എന്നോട് സംസാരിക്കുകയും അവസാനത്തെ പ്രാവശ്യം സംസാരിക്കാൻ സാധിക്കാതെ കണക്ഷൻ കട്ടായി പോവുകയും അമ്മാമ്മ പറയുകയും ചെയ്തു. അതിലൊക്കെ ഉപരിയായിട്ട് അമ്മാമ്മയുടെ ഇടയിൽ ഒരു ചെക്ക് കൊടുത്തിട്ട് പറഞ്ഞു ജോസിയെ പോയി കണ്ടിട്ട് വരണമെന്ന് പറഞ്ഞു. അത് കൊടുത്താ വിട്ടത് അവസാനമായിട്ട്. ആ ഒപ്പിട്ട ചെക്ക് എൻ്റെ കയ്യിൽ തന്നു. അമ്മാമ്മ പിറ്റേ ദിവസം കരഞ്ഞുകൊണ്ട് എന്നെ പിടിച്ചുകൊണ്ട് എൻ്റെ ഇത്തുകൊണ്ട് തന്നു. ഞാൻ ഓർക്കുകയായിരുന്നു തൻ്റെ സ്നേഹം, തൻ്റെ ആ ഞങ്ങളെ ഇത്രത്തോളം വാത്സല്യമായിട്ട് സ്നേഹിച്ച് ഞങ്ങളുടെ ആവശ്യങ്ങളിലെല്ലാം ഞങ്ങളെ പോറ്റിപ്പുലർത്തി നടത്തിയ ഒരു പിതാവിനെ പോലും സ്നേഹിച്ച ആ ജോൺസ് മാത്രമേ ഞാനും ഈ സമയത്ത് ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടെങ്കിലും എന്ന് ഞങ്ങൾക്ക് അതൊരു ഓർമ്മയായിട്ട് നിൽക്കും. ആ കർത്താവിൻ്റെ ദാസൻ കാണിച്ചു തന്ന പാതയിൽ മുന്നോട്ട് പോകുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവമക്കളെ നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളെ ഓരോ കുടുംബത്തിനെയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ വാക്കുകളിൽ നിന്ന് നിർത്തുന്നു. This is the name that myself, my cousins, his nephews and nieces so affectionately called him. But a father is what he was to me in my life. Growing up at a very young age, my parents had always told myself and my brother, treat and respect Papa like he's your own father. Anything he tells you, it's your father telling you, and you take it at that value. When we were growing up, our parents very seldom, let us get babysit. We almost were never babysit by anybody. Our parents just made a point of that not happening. But the times that it did happen, most of the time it was at Papa's house. And thinking back now, we enjoy these visits. We loved staying over at Papa's house. He always managed to make it fun, exciting, and he took great care of us as if we were his own children.
thinking back, I remember one of my fondest memories of him is he was amazing in the kitchen. The guy could see any ingredient or any amount of ingredients and make something completely delicious with it. To this day, I don't know what ghee is, but Papa could make some mean stuff with ghee. And I haven't been to Pop's house, and he hasn't cooked for me in a while like that, but he used to make some really, really good stuff with ghee. I don't know what it is. I don't eat it like that, but when I was with him, I remember he used to make ghee in a lot of things. One of my favorite sandwiches to this day is a sandwich I feel he created, which was mayonnaise, jelly, and cheese on toast. And don't knock it. It is delicious. You guys need to try it. I use different jellies with it now. And in his last couple of days at the hospital, I returned the favor. I used to make these same sandwiches for him, and he loved it. Brought a smile to his face. It was completely worth it. But thinking back, Papa was probably one of the best advisors I've ever had. I mean, before I took a first step towards any path in life, whatever it was, I'd always consult him, and I'd have him pray for me. And he'd always offer very, very sound advice. Papa is something that's been repeated all night, is that he's quick to make amends if he thinks he may have hurt your feelings. And Papa could be quick with his temper. He could be very quick. He'd get mad like this, and just as quickly, he'd apologize, and he'd find a way to repair, whatever damage he thought he did. For the past decade or so, I was his personal chauffeur, personal helper. I don't know if it was the last resort or if he just needed something, he'd give me a call. I was more than happy to just, fly over there, take him here, take him there, pick him up from here, pick him up from there. He made these trips worth it. He'd open up great conversation, and we'd sit and we'd talk, and it was just a very enjoyable experience. And Jinsi, Sajith, Mummy, Jensen, that hasn't changed. That's still going to happen if you guys ever need anything. The way Papa turned to me, I hope you guys turn to me as well. I'll always be there for you guys. The only thing that gives me joy now is knowing that he's not suffering the way he used to, or suffering how he was. He's happier now. He's with the Lord. And I look forward to seeing him again. I ask that you keep the family and all of us in prayers. കർത്താനെന്നെ നടത്തുന്നു യത്ര ഭാഗ്യം സ്വർഗശ്വാസം എല്ലാറ്റിലും എവിടെയും താൻ കൈ തന്നെ നടത്തുന്നു താൻ കൈയാൽ നടത്തുന്നാൻ താൻ പിൻഗാമി ആയിടും ഞാൻ താൻ കൈയാൽ നടത്തുന്നാൻ അതിദുഃഖ മധ്യത്തിലും ഏതൻ ഭാഗ്യ നിറവിലും ശാന്തത്തിൽ താൻ വാൻകാറ്റിൽ താൻ കൈ തന്നെ നടത്തുന്നു താൻ കൈയാൽ നടത്തുന്നാൻ താൻ പിൻഗാമി ആയിടും
അംശത്തിൽ തൃപ്തിപ്പെടും എൻ ദൈവം താൻ നടത്തുന്നു തൻ കൈയാൽ നടത്തുന്ന തൻ പിൻഗാമി ആയിടും ഞാൻ തൻ കൈയാൽ നടത്തുന്ന ലോകേ എന്റെ വേല തീർത്തു നിൻ കൃപയാൽ ജയം നേടി മൃത്യുകാലം പേടിക്ക ഞാൻ യോർദാനെ നീ നടത്തുന്നു തൻ കൈയാൽ നടത്തുന്ന താൻ പിൻഗാമി ആയിടും ഞാൻ തൻ കൈയാൽ നടത്തുന്ന. ദൈവത്തിന് സ്തോത്രം. പൗലോസിന് പറയാനുള്ളത്, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഇനി നീതിയുടെ കിരീടം എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു, നല്ല ഓട്ടമോടി യുദ്ധം പൊരുതി ബിരുദം പ്രാപിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നു. പൗലോസിന് പറയാനുള്ളത്, ഇനി എന്ന് പറയുമ്പോൾ വലിയാനെ സംബന്ധിച്ച് വലിയാന് പറയാനുള്ളത്, ഞാൻ നിശ്ചയമില്ലാത്തവണ്ണമല്ല ഓടുന്നത്. ഞാൻ മരിക്കുന്നതിൻ്റെ വൈകിയ സമയത്ത് ഞാൻ പോയിരുന്നു. ആ സമയത്തും സുഖം പ്രാപിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു വലിയാനും എനിക്കും. എന്നോട് ചെയ്തു തീർക്കേണ്ട ചില പ്രവർത്തികളെ പറ്റിയും സംസാരിച്ചിരുന്നു. അപ്പോൾ കിട്ടുന്ന സമയം മുഴുവൻ പരമാവധി ഉപയോഗിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഞാൻ നിശ്ചയമില്ലാത്തവണ്ണമല്ല, ഞാൻ വെറുതെ ഓടുകയല്ല, എനിക്ക് അതിനൊരു നിശ്ചയമുണ്ട്. ആ നിശ്ചയത്തിനനുസരിച്ചാണ് ഞാൻ ഓടുന്നത് എന്ന് പറഞ്ഞാൽ അതിന് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഈ ശരീരവും നമ്മോട് ആവശ്യപ്പെടുന്നു. നാം പ്രാപിക്കാൻ തക്കവണ്ണം ഓടുവാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ ദൈവത്തിലേക്ക് സമർപ്പിക്കാം. ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. സ്തുതിക്കുന്നു. ഞങ്ങള് സഹോദരന്മാർ ആണെങ്കിൽ തന്നെയും അതിനപ്പുറമായിട്ട് പപ്പ മരിച്ചതിന് ശേഷം ഒരു പിതാവ് എന്നുള്ള സ്ഥാനമാണ് വാസ്തവത്തിൽ അച്ചാച്ചനുണ്ടായിരുന്നത്. ഞങ്ങൾ എന്ത് കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിലും അത് അച്ചാച്ചനോട് ചോദിക്കും. അച്ചാച്ചൻ എന്ത് പറഞ്ഞാലും ഞങ്ങളത് അനുസരിക്കും. ഞങ്ങൾ മാസം തോറും ഒരു ദിവസമെങ്കിലും ഒന്നിച്ചിരുന്ന് എല്ലാ കുടുംബങ്ങളും പ്രാർത്ഥിക്കണം എന്നുള്ളൊരു നിർബന്ധം അച്ചാച്ചനുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ കഴിയുന്നിടത്തോളം ഞങ്ങളങ്ങനെ ചെയ്തിരുന്നു. ആ കുടുംബം എന്നുള്ളത് സ്വന്തം വീടും അച്ചാച്ചൻ്റെ സ്വന്തം കുടുംബവും സ്വന്തം സഹോദരങ്ങളും ഒരുപോലെ ഒരു കുടുംബം എന്നുള്ള രീതിയിൽ കൊണ്ടുപോകാൻ അച്ചാച്ചന് പ്രത്യേകം സാധിച്ചു. അങ്ങനെ ഉള്ള ഒരു സ്നേഹബന്ധവും ആ ഒരു രീതിയിലുള്ള ഒരു ബന്ധമാണ് ഞങ്ങളിലുള്ളത്. പപ്പായുടെ സ്ഥാനം ലഭിച്ചെന്നുള്ളൊരു ഉദാഹരണം കൂടെയാണ് ഡിവൈൻ പരമേശ്വരി സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പുരയിടം പപ്പായുടെ പേരിലായിരുന്നു. ഞങ്ങളത് വലിയച്ഛൻ്റെ സമയത്ത്
അതുവരെയും ഞങ്ങളങ്ങനെ വീതം വയ്ക്കുകയൊന്നും ചെയ്തിട്ടില്ല. വല്യച്ഛൻ മരിച്ച സമയത്ത് ഞങ്ങൾ 10 പേരും അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങളത് ആ വസ്തു മുഴുവനും, വസ്തുവിൻ്റെ വലിപ്പം പറഞ്ഞാൽ ഒരു സൈഡ് റോഡ് വന്നാൽ 13 അതിരുകൾ അല്ലെങ്കിൽ 13 വ്യത്യസ്തമായ പ്രോപ്പർട്ടികളാണ് ഞങ്ങൾക്ക് ചുറ്റുമായിട്ടുള്ളത്. അത്ര വലിയ ഒരു പ്രോപ്പർട്ടിയാണ് ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. അത് ഡിവൈൻ പ്രൊമിനിസ്ട്രിക്കായിട്ട് ഞങ്ങൾ എല്ലാവരും ഒരുപോലെ സമ്മതിച്ച് ഡിവൈൻ പ്രൊമിനിസ്ട്രിക്കായിട്ട് അത് ഡെഡിക്കേറ്റ് ചെയ്യുവാനായിട്ട് സാധിച്ചു. അതിനുശേഷം അവിടെ കെട്ടിടങ്ങൾ പണിതു. ആദ്യം ഒരു പാസ്റ്ററെ നിയമിച്ചു. പ്രവർത്തനത്തിനായിട്ട് അവർ കുടുംബമായി താമസിച്ചു. ഒരുവൻ 1000-ത്തെ 10,000 എഴുതിയിരിക്കുന്നത് പോലെ അതിനുശേഷം ഒരു പാസ്റ്ററേയും കുടുംബത്തെയും കൂടെ അവിടെ താമസിച്ച് 2 പാസ്റ്റർമാർ ഒന്നിച്ച് അവിടെ പ്രവർത്തിക്കുന്നു. പ്രവർത്തനത്തിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു അതായത് ബൈബിൾ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് അവർ നേരെ സഭയുടെ ശുശ്രൂഷയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് അവരെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിറച്ച് അവരെ കൂടുതൽ പ്രയോജനമുള്ളവരാക്കി തീർക്കണം എന്നുള്ളതാണ് ഉദ്ദേശം. നമുക്കറിയാമല്ലോ, പത്രോസ് കേവലം സ്ത്രീകളുടെ മുമ്പിൽ പോലും തള്ളിപ്പറഞ്ഞ പത്രോസ് അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഒറ്റ പ്രസംഗത്തിൽ 3000 പേര്, അടുത്ത പ്രസംഗത്തിൽ 5000 പേര്. അപ്പോൾ അഭിഷേകത്തിൻ്റെ ശക്തി അത്രമാത്രമാണ്. അത് മനസ്സിലാക്കിയാണ് അച്ചാച്ചന് ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹമാണ് അങ്ങനെ ഒരു മിനിസ്ട്രി അവിടെ പള്ളിപ്പാട്ട് ആരംഭിച്ചിരിക്കുന്നത്. അത് വളരെയധികമായി നാട്ടുകാർക്ക് അത് വളരെ പ്രയോജനമായിരിക്കുന്നു. ഡോക്ടർമാർ തള്ളിക്കളഞ്ഞ 2 കേസുകൾ, ഒന്ന് ഒരു കൊച്ച് തീ 60% പൊള്ളലേറ്റു, ഹോസ്പിറ്റലിൽ തള്ളി, വേറെ ആശ്രമത്തിൽ കൊണ്ടുപോയി അവരും തള്ളി. കാര്യം ഭയങ്കര നാറ്റമാണ്. എന്നാൽ ഞങ്ങൾ അവിടെ താമസിക്കുന്ന ഒരു പാസ്റ്ററും കുടുംബം കടന്നു നിന്ന് പ്രാർത്ഥിച്ച് എണ്ണ കൊടുത്ത് ഇത് ഇട്ടോളാൻ പറഞ്ഞു. ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു 95% കരിഞ്ഞു കഴിഞ്ഞു. ഡോക്ടർ തള്ളി പറഞ്ഞു, ഇനിയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാരം കൊടുത്തു, ഇനിയൊന്നും ചെയ്യാനില്ല. പാസ്റ്റർ വീട്ടിൽ ഭവനത്തിൽ പോയി പ്രാർത്ഥിച്ചു, ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്തു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് വിളിച്ചപ്പോൾ മരിച്ചു പോകുന്ന സ്ഥാനത്ത് നിന്ന് പുള്ളി നടന്ന് ഞങ്ങളുടെ വീട്ടിൽ ചെന്ന് പ്രാർത്ഥനയ്ക്ക് അറ്റൻഡ് ചെയ്തതായിട്ട് പറഞ്ഞു. അങ്ങനെ ആ മിനിസ്ട്രി ദേശത്തിന് പല രീതിയിൽ ആത്മീയമായി ദൈവത്തിന് വളരെയധികം പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് ജേഷൻ സ്ഥാപിച്ച മിനിസ്ട്രിയാണ്. അത് ഞങ്ങളത് ഞങ്ങളുടേത് എന്നുള്ള രീതിയാണ്. അത് ജ്യേഷ്ഠൻ്റെ മാത്രം എന്നുള്ളതല്ല, ഞങ്ങളുടെ മിനിസ്ട്രി എന്നുള്ള രീതിയിലാണ് ഞങ്ങളതിനെ കണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 29 അന്ന് വേദസ്വം വായിച്ച് യാദൃച്ഛ്യമായിട്ട് എൻ്റെ മുമ്പിൽ ഈ വാക്യം കയറി വന്നു. നീതിമാൻ നശിക്കുന്നു, ആരും അത് ഗണ്യമാക്കുന്നില്ല. ഭക്തന്മാരും കഴിഞ്ഞു പോകുന്നു. നീതിമാന്റെ അനർത്ഥത്തിന് മുമ്പേ തന്നെ കഴിഞ്ഞു പോകുന്നുവെന്ന് ആരും ഗ്രഹിക്കുന്നില്ല. അവൻ സമാധാനത്തിലേക്ക് പ്രവേശിക്കുന്നു. നേരായി നടക്കുന്നവരൊക്കെയും താൻ്റെ കിടക്കയിൽ വിശ്രമം പ്രാപിക്കുന്നു. ഈ വാക്യം കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിന് വളരെ പ്രയാസമുണ്ടായി. അച്ചാച്ചൻ്റെ അവസ്ഥ അറിയാം. അപ്പം ഈ ഉഷ മരിച്ച ഡേറ്റിൽ തന്നെ ഈ വാക്യം വന്നപ്പോൾ മനസ്സിന് പ്രയാസമുണ്ടായി. ഞാൻ പണ്ടൊരു പാട്ട് എഴുതിയിരുന്നു. നമ്മൾ പിള്ളേർ ഒരു പാട്ട് എഴുതി ആദ്യം അപ്പൻ്റെ അടുക്കൽ അന്നെല്ലാം കൊണ്ടുവന്ന് വെച്ചാൽ ആ സന്തോഷം, അതുപോലെ അച്ചാച്ചൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് വെച്ച് ഈ പാട്ട് പാടി കേൾപ്പിച്ചു. അച്ചാച്ചൻ പറയടാ, അതിനകത്ത് ഒരു സ്റ്റാൻസ് ഇങ്ങനെയാണ്: എൻ്റെ ആയുസ് 70 ഏറെയായാൽ 80 അരളി ചെയ്തവൻ സ്വർഗരാജ്യത്തിൽ എത്തും വരെയും എന്നെ കാക്കുന്നവൻ. അച്ചാച്ചൻ പറയാം, അത് മോശയുടെ അഭിപ്രായമാണ്. മനുഷ്യന് 120 വയസ്സെന്നാണ് ദൈവം കൽപ്പിച്ചിരിക്കുന്നത്. ആ ദൈവം കൽപ്പിച്ചതാണ്, അല്ലാതെ 70 80 അല്ല എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ എഴുതാൻ സാധിച്ചിട്ട് എനിക്ക് അതേ രീതിയിൽ എഴുതാൻ സാധിച്ചില്ല. യേശുക്രിസ്തുവിൽ മറച്ചും, എൻ്റെ ജീവനെ യേശുക്രിസ്തുവിൽ മറച്ചും രക്തത്തിൽ സൂക്ഷിച്ചുവെന്ന് ആ ചരണം തിരുത്തി എഴുതി. അപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ അല്പമായി ചിന്തിച്ച് എന്തുകൊണ്ട് ഇത് ഈ 120 മുമ്പ് ദൈവത്തിൻ്റെ ഭക്തന്മാർ കടന്നു പോകുന്നു. ആ വാക്യം ഒന്ന് ഇതാണ്: അനർത്ഥത്തിന് മുമ്പ് നീതിമാന്മാരെ ദൈവം എടുക്കുന്നു. അത് കഴിഞ്ഞ് ദൈവം എന്നെ കൊണ്ടുപോയത് ഹാബേലിലേക്കാണ്.
ഒന്നാമത്തെ ഭൂമിയിൽ ജീവിച്ച ആദ്യത്തെ മനുഷ്യൻ. ദൈവത്തിന് ഏറ്റവും പ്രസാദമായ ഒറ്റ യാഗം അർപ്പിച്ചുള്ളൂ. അത് ദൈവത്തിന് വളരെ പ്രസാദപ്പെട്ടു. ഹാബെൽ ആ യാഗത്തിന് ശേഷം മരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഹാബെലിന് എന്തെങ്കിലും കുറവുണ്ടല്ല, ഹാബെലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കാഞ്ഞത് കൊണ്ടല്ല, ദൈവത്തിന് പ്രസാദകരമായ യാഗം അർപ്പിച്ച ആ ഹാബേൽ മരിച്ചു. അടുത്തതായിട്ട് കൊണ്ടുപോയത് ഹാനോക്കിനെയാണ്. ഹാനോക്കിന്റെ അപ്പന്റെ പ്രായവും ഹാനോക്കിന്റെ മോന്റെ പ്രായവും നോക്കിയാൽ ഏറ്റവും കൂടുതൽ 900 മേളിൽ ഏറ്റവും ഏറ്റവും പ്രായം ആയ ആള് രണ്ടാമത് നിൽക്കുന്നതാണ് അപ്പന്. എന്നാൽ ഹാനോക്ക് 365 വർഷം. പ്രത്യേകം എഴുതിയിട്ടുണ്ട്, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. അപ്പൊ ദൈവത്തോട് കൂടെ നടന്നതായ ഹാനോക്കിന് ലഭിച്ചത് 365 വർഷം. അപ്പനും മോനും ലഭിച്ചത് 900 മേളിൽ. ദൈവത്തോട് നടന്ന ഹാബേലിന് ആയുസ് 365 ലഭിച്ചുള്ളൂ. എത്ര നാൾ ജീവിച്ചു എന്നുള്ളതല്ല. അടുത്തത് കൊണ്ടുപോയത് യോഹന്നാൻ സ്നാപകനിലേക്കാണ്. 33 വയസ്സ് കഴിഞ്ഞപ്പോൾ ശിരച്ഛേദം. ദൈവം അതിന് പകരമായി, അല്ലെങ്കിൽ അതിനെ തുടർന്ന് ദൈവത്തിന് മുന്നോടിയായിട്ടാണല്ലോ, യേശുക്രിസ്തുവിന് മുന്നോടിയായിട്ടാണല്ലോ യോഹന്നാൻ സ്നാപകം വന്നത്. അതിനുശേഷം യോഹന്നാൻ്റെ ഓടൊപ്പമാണല്ലോ യേശുക്രിസ്തു വന്നത്. യേശുക്രിസ്തുവിൻ്റെ ജീവിതം നോക്കിയാലും 33 വയസ്സ്. അപ്പോൾ സെക്കരിയാവിന് 33 കൊടുത്തുള്ളൂ. യേശുക്രിസ്തുവിന്റെ മുന്നോടിയായിട്ട് വന്ന സെക്കരിയാവിന് 33 കൊടുത്തുള്ളെങ്കിൽ ദൈവം തൻ്റെ ഏകജാതനായ മകനും ആ 33 തന്നെയാണ് കൊടുത്തത്. ദൈവം നീതിമാനാണ്. ആരും ചോദിക്കരുത് എന്തുകൊണ്ട് മുന്നോടിയായിട്ട് അയച്ച യോഹന്നാന് 33 എന്തുകൊണ്ട് നിർത്തിയെന്ന് ചോദിക്കാൻ ഇടവരുത്താതെ വണ്ണം അങ്ങനെയാണ് അത് ചെയ്തത്. അതിനുശേഷം നമുക്ക് സ്തേഫാനോസിനെ കാണാം. ഒറ്റ പ്രസംഗമേ പ്രസംഗിച്ചുള്ളൂ, കല്ലേറ്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ നിന്റെ ഏകജാതനായ മകനെ യാഗം അർപ്പിക്കാൻ. അബ്രഹാമിന്റെ മകനായ ഇസ്ഹാക്കിന് വേണ്ടി ദൈവം ഒരു ആട്ടിൻകുട്ടിയെ അവിടെ ചുള്ളിക്കാട്ടിൽ വെച്ചു കാത്തു സൂക്ഷിച്ചിരുന്നുവെങ്കിൽ സ്വന്തം മകന് വേണ്ടി പകരം ഒരു യാഗം, സ്വന്തം മകനെ യാഗമായി അർപ്പിക്കാൻ ദൈവം മടിച്ചില്ല. അബ്രഹാമിനോട് തൻ്റെ ഏകജാതനായ മകനെ യാഗം അർപ്പിക്കാൻ കൽപ്പിച്ചതായ കർത്താവ് തൻ്റെ സ്വന്തം മകനെയും യാഗമാക്കി കാണിച്ചു. ഞാനൊരു കാര്യം പറഞ്ഞാൽ അത് എന്നിൽ തന്നെ ഞാൻ അത് ചെയ്യുവാൻ ശക്തനാണ്. എൻ്റെ മകനെ ഞാൻ അതിന് പകരം വേറെ ഒന്നിനെ കൊണ്ട് പകരം ഒന്നിനും വെക്കത്തില്ല. കാരണം ഹാബേലിൻ്റെ രക്തത്തെക്കാൾ പുണ്യാഹമായി സംസാരിക്കുന്ന രക്തം യേശുവിൻ്റേത് മാത്രമാണ്. പാപം ഇല്ലാത്ത ഒരു രക്തം യേശുക്രിസ്തുവിൻ്റേത് മാത്രമാണ്. ഈ കടന്നു വന്നിരിക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയും പാപത്തിൻ്റെ പരിഹാരത്തിനുമായി ആയി കർത്താവായ യേശുക്രിസ്തു കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. ഈ ഇത്രയും ഞാൻ ഉദാഹരണം ഇവിടെ വ്യക്തികളുടേത് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം അവരവരെ ഏൽപ്പിച്ചതായ ജോലി അവർ ചെയ്തു. എത്ര നാൾ ജീവിച്ചിരുന്നു എന്നുള്ളതല്ല, തങ്ങളെ ഏൽപ്പിച്ചതായ വേല പൂർത്തിയാക്കിയോ ദൈവത്തിന് പ്രസാദകരമായി അത് ചെയ്തോ എന്നുള്ളതാണ് പ്രാധാന്യം. ജനനത്തിന് നമുക്കറിയാമല്ലോ, യേശുക്രിസ്തുവിന്റെ ജനനത്തീയതിയോ മരണത്തീയതിയോ രേഖപ്പെടുത്തിയിട്ടില്ല. കാരണം ആ ജനനത്തിനോ മരണത്തിനോ ആ ഡേറ്റുകൾക്കല്ല പ്രാധാന്യം. നമ്മൾ ജീവിച്ചത് എത്ര നാൾ നമുക്ക് ജീവിക്കാനായിട്ട് ലഭിക്കുന്നോ അത്രയും വേഗം എത്രയും വേഗം നമ്മൾ ഓട്ടം തെളിച്ചാൽ അത്രയും വേഗം നമുക്ക് ആ നിത്യതയിലേക്ക്, കഷ്ടപ്പാടില്ലാത്തതായ, വേദനയില്ലാത്ത, പ്രയാസമില്ലാത്ത സ്ഥലത്ത് നമുക്ക് വിശ്രമിക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ പിന്നെയും ഈ ഭൂമിയിൽ കിടന്ന് കഷ്ടത അനുഭവിക്കേണ്ടി വരും. നമ്മളെ ഏൽപ്പിച്ച വേല തേക്കുന്നവർ. നമുക്കറിയാമല്ലോ, യോഹന്നാനെ എണ്ണയ്ക്കകത്തിട്ടിട്ട് തിളപ്പിച്ചിട്ടും മരിച്ചില്ല. കാരണം ക്രിസ്തുവിൻ്റെ നെഞ്ചോട് മാറിനോട് ചേർന്ന ഇരുന്നതായ യോഹന്നാന് മാത്രമേ വെളിപ്പാട് എഴുതാനായിട്ട് ദൈവം കണ്ടുള്ളൂ. പകരം വേറൊരാളെ കണ്ടിട്ടില്ല, അനുയോഗ്യനായിട്ട് വേറൊരാളെ കണ്ടിട്ടില്ല. ക്രിസ്തുവിന് മാറിനോട് ചേർന്നിരുന്നു. ആ യോഹന്നാന് കൊടുത്തിരുന്നതായ
അതും പൂർത്തിയാക്കാൻ വേണ്ടി കർത്താവ് യോഹന്നാനെ സൂക്ഷിച്ചു. അപ്പോൾ ആയുസ് എങ്ങനെയാണ് ആർക്ക് എന്ത് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് അത് ദൈവമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ദൈവം തന്നെ മോശയ്ക്ക് 120 വയസ്സും കൊടുത്തു. അപ്പം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതായ വേല അത് പ്രാഗൽഭ്യത്തോടെ ചെയ്യുവാൻ തക്കണം നമുക്ക് ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. അച്ചാച്ചനെക്കുറിച്ച് ഈ കേട്ട എല്ലാ സാക്ഷ്യങ്ങളും ആരും ഒരു പുകഴ്ച പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ കഷ്ടപ്പെട്ടാണ്, ഉപവാസത്തോടു കൂടിയാണ് അച്ചാച്ചന് ഈ വേല എത്രത്തോളം കൊണ്ടുവരാൻ അച്ചാച്ചൻ സാധിച്ചത്. അതുപോലെ നമുക്കും നമ്മളെ ആക്കിയിരിക്കുന്ന പട്ടണങ്ങൾക്ക് വേണ്ടിയും നമ്മളെ ആക്കിയിരിക്കുന്ന സ്ഥാനത്തൊക്കെയും കർത്താവിന് വേണ്ടി അധികം പ്രയോജനപ്പെടുവാൻ തക്കണം, ആത്മാക്കളെ ക്രിസ്തുവിലേക്ക് നേടിയെടുക്കുവാൻ തക്കണം. ഇത് അന്ത്യനാളാണ്, നാശം അടുത്തിരിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അതിനു മുമ്പ് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി അധികം ജീവിക്കുവാനും നമുക്ക് നമ്മുടെ നിത്യത ഉറപ്പുവരുത്താനും ഇതൊരു സന്ദർഭമായി തീരട്ടെ. ഞങ്ങളുടെ സഹോദരങ്ങളെ ഓരോരുത്തരെയും, പ്രത്യേകിച്ച് അമ്മാമ്മയും സജിത്തിനെയും ജിൻസിമോളെയും ജെൻസിനെയും നെഹമ്യാവെയും കുടുംബത്തെ ഓർത്തും പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ദിവസം എഴുതി. ജോൺസണോടുള്ള ബന്ധത്തിൽ സംസാരിക്കാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ പറയാൻ എനിക്കുണ്ട്. എന്നാൽ ഞാൻ അതിന് സമയമെടുക്കുന്നില്ല. 1969 ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. ഞങ്ങൾ രണ്ടും വളരെ ചെറുപ്പമായിരുന്ന കാലം. 1969 മുതലുള്ള വർഷങ്ങൾ, ദീർഘമായ വർഷങ്ങളിലെ പരിചയം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ തമ്മിൽ സ്നേഹിതരും ബ്രദർ-ഇൻ-ലോസും. കുപ്പരിയായി എനിക്കൊരു സഹോദരനായിരുന്നു. എൻ്റെ അപ്പനും അമ്മയ്ക്ക് ഞാനൊരു മകനാണ്. എനിക്ക് ആക്ച്വലി അടുത്ത സ്നേഹിതരെന്ന് പറയാൻ 2 പേരെ ഈ ലോകത്തിലുണ്ടായിരുന്നുള്ളൂ. ഏറ്റവും അടുത്ത സഹോദരൻ ജോൺസ് തന്നെയായിരുന്നു ഏറ്റവും അടുത്ത സ്നേഹിതൻ. ഞങ്ങൾ തമ്മിൽ മറച്ചു വെക്കുന്ന കാര്യം ഒന്നും മറയില്ലാതെ സംസാരിക്കാനും മറയില്ലാതെ തുറന്ന് ഇടപെടാനും ഞങ്ങൾക്ക് കഴിഞ്ഞിരുന്നു. അവസാനം വരെയും അങ്ങനെ തന്നെ ആയിരുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചെറുപ്പകാലത്തേക്ക് അങ്ങനെയാണ് ഞാൻ വിളിച്ച് പഠിച്ചേച്ച് കടന്നു വരുവാനിടയായി. ഓർമ്മകൾ ശേഷിപ്പിച്ചിട്ട് നീതിമാൻ്റെ ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ടതെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്ന പോലെ തന്നെ അനുഗ്രഹിക്കപ്പെട്ട ഓർമ്മകൾ ഓർത്ത് പിൻപറ്റുവാൻ, ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ, നന്ദിയോടെ ദൈവസ്ഥലായിരിക്കാനൊക്കെ പറ്റിയ നല്ല കാര്യങ്ങൾ, അനേക കാര്യങ്ങളുടെ ഓർമ്മകൾ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നിട്ട് കർത്താവിൻ്റെ ദാസൻ കടന്നു പോയിരിക്കുന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നാട്ടിലായിരുന്നു, കേരളത്തിലായിരുന്നു. വ്യാഴാഴ്ച ജോൺസൻ്റെ മരണത്തെപ്പറ്റി അറിഞ്ഞപ്പോൾ അന്ന് തന്നെ ഞങ്ങൾ രാത്രിയിൽ തിരിച്ചു. പിറ്റേന്ന് രാത്രി ഞങ്ങളിവിടെ എത്തി. ആ ദിവസങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, ഞാൻ പ്രത്യേകിച്ചും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം, മറ്റു കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഞാനിങ്ങനെ ദിവസത്തിൽ പറയായിരുന്നു, കർത്താവേ, ജോൺസ് ചില സ്റ്റെപ്പുകൾ, ചില പ്രവർത്തനങ്ങൾക്ക് മുൻകൈയെടുത്ത് അതിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് ഇതുവരെ വന്നില്ലല്ലോ. ആ മിനിസ്ട്രി തുടങ്ങി വെച്ചതല്ല ഉള്ളൂ. അതൊന്ന് തീർന്നിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൂർത്തീകരണം കണ്ടിട്ട് പോകാനുള്ള ഒരു ആയുസ് അവർ കൊടുക്കണമേ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ആ ദിവസങ്ങളിൽ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു കാര്യം മോശയെയും യോശുവയെ കുറിച്ചുള്ളതാണ്. മോശ ഒരിക്കലും
മോശയുടെ ശുശ്രൂഷ മോശയുടെ ശുശ്രൂഷയുടെ പകുതി വഴിക്ക് വെച്ച് അവനെ വിളിച്ചു. എന്നാൽ ദൈവത്തിന് അങ്ങനെയല്ല. ദൈവത്തിൻ്റെ സമയം മനുഷ്യരുടെ സമയമല്ല. ദൈവത്തിൻ്റെ മനസ്സ്, ദൈവത്തിൻ്റെ രീതിയും ദൈവത്തിൻ്റെ ഹിതവും ദൈവം തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്നോർത്ത് നിവർത്തിക്കുന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനിന്ന് രാവിലെ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാനത് തന്നെയാണ് പറഞ്ഞത്. ദൈവഹിതത്തിനായി ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ദൈവമക്കളായി തീരുവാൻ ഭാഗ്യം ലഭിച്ച നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതത്തിനാണ് പ്രാധാന്യം. ദൈവഹിതത്തിനാണ് നമ്മെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. ജീവനോ മരണമോ എപ്പോഴായാലും ജീവിക്കുവാനും ശുശ്രൂഷിക്കുവാനും അല്ലെങ്കിൽ പ്രവർത്തിക്കുവാനും പ്രവർത്തനം നിർത്തുവാനും ദൈവസനിൽ പോകാനും ദൈവസന്നിധിയിൽ എപ്പോഴും കർത്താവ് വിളിക്കുന്നു ആ സമയത്ത് പോകുക എന്നുള്ളതേ ഉള്ളൂ. ഞാൻ പ്രവർത്തിച്ച് തീർന്നില്ലല്ലോ, ഞാൻ ചെയ്തത് തുടങ്ങി വെച്ചത് തീർത്തില്ലല്ലോ, അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തു, ബാക്കി ചെയ്യാനുള്ളത് ദൈവം അടുത്ത ആളെ ഏൽപ്പിച്ചുകൊള്ളും. ഇന്ന് രാത്രിയിൽ ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഒന്നും പറയുന്നില്ല, എന്നാൽ ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞിട്ട് 1 മിനിറ്റ് കൊണ്ടായിരുന്നുള്ള ഒരു 3-4 പ്രാവശ്യമെങ്കിലും, 4 അല്ല അതിലധികം പ്രാവശ്യം മരണത്തിൻ്റെ വക്കിൽ വരെ ചെന്നിട്ട് ജോൺസൺ മടങ്ങി വന്ന ആളാണ്. നിങ്ങൾക്കതിൻ്റെ ചരിത്രങ്ങൾ അറിയില്ല, എനിക്കറിയാം. ഒരു ആക്സിഡൻറ്റ് ചെറുപ്പത്തിൽ എയർഫോഴ്സിലായിരുന്ന സമയത്ത് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, വളരെ സീരിയസ് ആയിട്ടുള്ള ആക്സിഡൻറ്റ്. ആ തരത്തിലുള്ള ഒരു ആക്സിഡൻ്റ് ഉണ്ടായാൽ മടങ്ങി വരിക അസാധ്യമാണ്. എന്നാൽ ദൈവം അവന് ആയുസ് നീട്ടിക്കൊടുത്തു. അനേക വർഷങ്ങൾ പിന്നെയും ജീവിച്ചിരിക്കുവാൻ അവസരം കൊടുത്തു. ഡൽഹിയിൽ വെച്ചൊരിക്കൽ ബസ്സിൽ നിന്ന് താഴെ വീണു, ആക്സിഡൻ്റ് ഉണ്ടായി. ബസ് അവൻ്റെ പുറത്തൂടെ കയറി ഇറങ്ങേണ്ടതായിരുന്നു. രാത്രിയിൽ നിങ്ങൾക്കറിയാമെന്ന് അറിയില്ല, ഡൽഹിയിലെ ബസ്സിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ബസ് നിർത്തത്തില്ല. ബസ് വന്ന് ജസ്റ്റ് സ്ലോ ചെയ്യുമ്പോൾ കയറേണ്ടവർ കൂടി അങ്ങ് കയറുക എന്നുള്ള. അങ്ങനെ രാത്രിയിൽ ഓടിക്കയറിയപ്പോൾ കൈവിട്ടു, താഴെ വീണു. ബസ് അവൻ്റെ പുറത്തൂടെ കയറി ഇറങ്ങേണ്ടതായിരുന്നു. എന്നാൽ അത്ഭുതകരമായിട്ട് അവിടെ വിടുവിച്ചു. അതിനുശേഷം ആസ്മ രോഗിയായിരുന്ന സമയത്ത് മരണത്തോട് മല്ലടിച്ച മുഖാമുഖം കണ്ട അനേക സന്ദർഭങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് പലർക്കും അറിയാം. എന്നാൽ ദൈവം ആ സമയത്തെല്ലാം ആയുസ് നീട്ടിക്കൊടുത്ത് തന്നിൽ കൂടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് തീർത്ത് തക്ക സമയമായപ്പോൾ ദൈവം വിളിച്ചു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അത് തന്നെയല്ല, തൻ്റെ സൗഖ്യത്തോടുള്ള ബന്ധത്തിലാണ് തനിക്ക് ഒരു മിനിസ്ട്രി തുടങ്ങുവാൻ, അല്ലെങ്കിൽ ഒരു പ്രയർ മീറ്റിംഗ് ആരംഭിക്കുവാനും, ഭവനത്തിൽ മീറ്റിംഗ് ആരംഭിക്കുവാനും, പ്രാർത്ഥനയിൽ കൂടെ അല്ലെങ്കിൽ തൻ്റെ ശുശ്രൂഷയിൽ കൂടെ തനിക്ക് ലഭിച്ച ആ സൗഖ്യം, ആ വിടുതൽ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം അത് അനേകർക്ക് പ്രയോജനമാകുവാൻ താൻ ആഗ്രഹിക്കുകയും തൻ്റെ ജീവിതത്തെ അതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയും തന്നാലാവോളം ഒട്ടും വിശ്രമമില്ലാതെ ഓട്ടം തികച്ച് കടന്നു പോയിരിക്കുന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹീസ് ഇൻ എ ബെറ്റർ പ്ലേസ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ എല്ലാ കാര്യങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പിന്നുള്ള കുടുംബത്തെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ, ധൈര്യപ്പെടുത്തട്ടെ. തുറന്നുള്ള ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ജനസിനോട് ഞാനൊന്നും പറയുന്നില്ല. എന്നാൽ കർത്താവ് കാണിച്ചിരുന്ന രീതിയിൽ വഴിയിൽ ഹല്ലേലൂയ മുൻപോട്ട് പോകുവാനും പിതാവിൻ്റെ പാത പിൻപറ്റി ആ നല്ല മാതൃകയ്ക്ക് അനുസരിച്ച് ആ കാൽച്ചുവടുകളെ പിൻപറ്റുവാനും കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. It's indeed a joy for me to stand here, and it's an honor. I met Pastor John Smathen almost 32 years ago when I was in Muscat. Since then, we used to call each other Thambi Sahodaran, John Sahodaran. Our relationship was great. But in the our short life of a man, he did the best and went to be with the Lord. തൻ്റെ അല്പപുരുഷായുസിൽ കർത്താവിന് വേണ്ടി വലിയ ചെയ്ത് ദൈവസനിൽ ചേർക്കപ്പെട്ട ഒരു കർത്താവിൻ്റെ ദാസനെ ആണ് ഞാനിപ്പോൾ ഓർക്കുന്നത്. There was a statement I read once: when you were born, everyone else was smiling and you were crying. Live so that when you die, everyone else is crying and you are smiling.
Praise the Lord. I know he's with the Father, smiling and enjoying his presence. What a beautiful statement. You know, our life, we have to be very careful. We have to be careful about our spiritual life. We have to be careful about our family life. We have to be careful about our social life. I can say with boldness, Pastor John Smathen led a life, a spiritual life, a family life, and a social life acceptable by the Lord, the King, and the Master. Sister Kunjmal, I remember the day that she took decision to take baptism at my home back in Muscat when Pastor Keith Shaw was there. So good to see Pastor Bajat Bhattarse after 32 years. God is so good. Those days I remember Pastor John Smathen was a new believer, but God has a plan and a purpose, and he used him mightily, not in New York alone, around the world. It is because somebody put forward their step with a passion, with a dedication, with a commitment. I tell you one thing, that it doesn't matter who you are, but if we commit our life in such a way, there will be no limit what God can do in our life. Praise the Lord. One more thing I learned from this man is that it is not your ability that makes you to be somebody to do something for the kingdom, but it is the prayer. I say that one more time. Prayer. Let me go quickly. In 2 Timothy chapter 4:7, Paul stated that I have fought a good fight. I have finished the course. I have kept the faith. In the future there is laid up for me a crown of righteousness, which the Lord, the righteous judge, will award to me. Praise the Lord. The righteous judge will award to me. This man had the confidence in his heart that this life is so short. There is a reward. There is a crown that is going to be laid on me, and he will award it to me. So he was running, not just walking, but just running. These days, this is the call unto each one of us, that God is telling that the time is short. ഇനി നമുക്ക് അധികം സമയമില്ല. ഇനിയും അധികം സമയം നമുക്ക് അത് വേസ്റ്റ് ചെയ്യുവാനില്ല. പിന്നെയോ, this is the time that we need to move forward, take the steps and do something for the kingdom of God. Praise the Lord. And further, when we look into, in Hebrew chapter 11:5, we read that Enoch, by faith he was translated that he should not see death, and was not found because God has translated him. Praise the Lord. What a blessed hope that we have. We have a greater hope. നമ്മിൽ ദൈവം നൽകി തന്നിരിക്കുന്ന പ്രത്യാശ എന്ന് പറഞ്ഞിരിക്കുന്നത് ലോകത്തിന് തരുവാൻ കഴിയുന്ന പ്രത്യാശയല്ല. പിന്നെയോ, ഈ ലോകത്തിനപ്പുറമായിട്ട് നാം കാണുന്ന ഒരു നിത്യമായ ഒരു പ്രത്യാശയിലേക്കും ധൈര്യത്തിലേക്കും നമ്മെ നടത്തുന്ന ദൈവകൃപയ്ക്കായിട്ട് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്, സ്തുതിക്കുകയാണ്. പൗലോസ് ഇങ്ങനെ പറഞ്ഞു, for I am already being poured out like a drink offering. I don't have time to explain that, but let me tell you, our life should be a sweet smelling offering to the Lord in our life, so that it will be a sweet aroma to the people around. He puts a footmark in this world. ഈ ലോകത്തിൽ തൻ്റെ ഒരു മുദ്ര, വ്യക്തിമുദ്ര പതിപ്പിച്ചു. അതെന്താണ്? മറ്റൊന്നുമല്ല, കർത്താവിന് വേണ്ടി എന്തെങ്കിലും നാം ചെയ്തെടുക്കണം. പ്രൈസ് ദ ലോർഡ്. കർത്താവിന് വേണ്ടി എന്തെങ്കിലും ആയിത്തീരണം. കർത്താവിൻ്റെ ദാസൻ തൻ്റെ ഓട്ടം തികച്ചു, ശുശ്രൂഷ തികച്ചു, ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടിരിക്കുമ്പോൾ നമുക്ക് പറയുവാനുള്ളത്, he has finished his course. He has finished his race. Let us run the race with that attitude in our hearts and minds. In 1 Corinthians, I will stop within 1 minute. In 1 Corinthians 15:58 we read, therefore my beloved brethren, be steadfast, immovable, always
mourning or crying or pain. Let me tell you, dear Sister Kunjumol, Jensi, Sajit, Nehemiah, and Jensen, dear siblings, we are a people with great hope that there will be no more crying. There will be no more sorrows, and there will be joy in the presence of Almighty God. My dear friend, Pastor John Smathen has reached to that point, and God has called him. Let us understand the times are short. Do everything, abound in the work of the Lord, and remember, your toil will not be in vain. God bless you. Thank you. Before we pray and say the benediction, let me just remind you, tomorrow morning service starts at sharp 9 o'clock. 9 means 9 o'clock. Please be here before, between 8:30 and 9. Please be here. After Pastor Joy Puman will come and say the benediction, Malayalam and English choir will sing. At that time, you may come from the way we did, and please leave the sanctuary as soon as possible so the family also will get a little time. Pastor Joy Puman. എല്ലാവർക്കും യേശുവിൻ്റെ നാമത്തിൽ പ്രത്യേക വന്ദനത്തെ അറിയിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്നവരോട് അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. എൻ്റെ കുടുംബത്തിൻ്റെയും ഞാൻ സൃഷ്ടിക്കുന്ന സഭ ന്യൂയോർക്ക് ഗോസ്പൽസിൻ്റെയും അനുശോചനം രേഖപ്പെടുത്തുന്നു. കർത്തദാസൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തു, പോകേണ്ട സ്ഥലത്ത് പോയി. നാമും ആ പാതയിൽ പിന്തുടർന്ന് നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് നിത്യതയിൽ എത്തുവാൻ ആമേൻ നമുക്ക് ദൈവസ്ഥനിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമുക്ക് ചെയ്യാം, കരയാം, ഇഷ്ടംപോലെ കരയാം, ഒരു കുഴപ്പമില്ല. നമുക്കിഷ്ടം പോലെ ചിരിക്കാം. എന്നാൽ പ്രിയ കർത്തദാസന് ഇനി കരയാനൊക്കത്തില്ല, ചിരിക്കാനേ ഒക്കും. തൻ്റെ വേല താൻ തികച്ചു. നല്ല ഒരു മനുഷ്യൻ, നല്ല ഒരു സഹോദരൻ, നല്ല ഒരു കൂട്ടുവേലക്കാരൻ, തൻ്റെ വേല തികച്ച് നിത്യതയിലെത്തി. കുടുംബാംഗങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ വിശ്വസ്തയുള്ളവരായിരിക്കാം. കർത്താവ് എല്ലാവരെയും ആസ്വദിക്കട്ടെ. നമുക്ക് നമ്മുടെ തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ തിരുനാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെ സ്നേഹിക്കുകയും ആശ്വസിപ്പിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന വലിയവനായ ദൈവമാകയാൽ ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ ഞങ്ങളുടെ സഹോദരൻ തൻ്റെ വേല തികച്ചു നിത്യതയിലെത്തുവാനിടയായതിനാൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. പല ക്ലേശങ്ങൾ, കഷ്ടങ്ങൾ സഹിച്ച് ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ നീ കൊടുത്ത കൃപയ്ക്കായും ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരെയും തിരുമേനി ആശ്വസിപ്പിക്കണമേ, ബലപ്പെടുത്തണമേ. ഈ ദിവസങ്ങളിൽ നിൻ്റെ സാന്നിധ്യമിട്ട് നിൻ്റെ സഹായം അയച്ച് നിൻ്റെ കരം നീട്ടി നീ അവരെ ആശ്വസിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനത്തിൽ എല്ലാവരെയും അവിടെ നിന്ന് നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഞങ്ങളെല്ലാവരും കടന്നു പോകുന്ന യാത്രകളൊക്കെ സഹായിക്കണമേ. നിൻ്റെ വരവ് താമസമെങ്കിൽ അടുത്ത പ്രഭാതത്തിൽ ഇവിടെ കടന്നു വന്ന് അന്തിമ ശുശ്രൂഷകളൊക്കെ സമാധാനത്തോട് ചെയ്യുവാൻ എല്ലാവർക്കും സ്വർഗീയ കൃപയും നന്മകളും പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. സൂക്ഷിപ്പാൻ നിൻ്റെ ദാസന്മാരെയൊക്കെ അധികാരപ്പെടുത്തി ആമേൻ നല്ല സാക്ഷ്യങ്ങൾ പ്രസ്താവിപ്പാൻ പ്രിയപ്പെട്ടവർക്കൊക്കെ കൃപ കൊടുത്തതിനാൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. സാക്ഷിയുള്ളവരായി ജീവിപ്പാൻ ഞങ്ങൾക്കൊക്കെ കൃപ നൽകണമേ. സഭയ്ക്കായി പ്രാർത്ഥിക്കുന്നവരുടെ സൂക്ഷിക്കുന്ന ശുശ്രൂഷകന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. ലീഡർഷിപ്പ് കൊടുക്കുന്ന എല്ലാവർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ച് നിൻ്റെ കൃപയിൽ വഴി നടത്തണം. സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനത്തിൽ എല്ലാവരും നിറയ്ക്കണം. വരവിന് വേണ്ടി ഒരുക്കണം, പ്രത്യാശയിൽ നിറയ്ക്കണം. അങ്ങ് വലിയവനാകിയാൽ സ്തോത്രം. യേശുവിന് വലിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ കേൾക്കണം സ്വർഗീയ പിതാവേ. നമ്മുടെ രക്ഷിതാവും നമ്മുടെ വീണ്ടെടുപ്പുകാരനുമായ യേശു മശിഹായുടെ കൃപയും പിതാവായി നിർത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു സാന്നിധ്യം സഹായവും നമ്മോട്
നാം ഓർത്ത് പ്രാർത്ഥിപ്പാനുള്ള എല്ലാ കാര്യങ്ങളോട് ഭൂതല മുകളിലും വിശുദ്ധന്മാരോടും വിശേഷാൽ വേർപാടിൻ്റെ വേദനയിലായിരിക്കുന്നവരോടും കൂടെ ഇപ്പോഴും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. പ്രൈസ് ഗോഡ്. ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, എൻ്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ. ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവെ വാഴ്ത്തിടുമേ. ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവെ വാഴ്ത്തിടുമേ. മായ ഇമ്പം വിടുന്നേ എൻ്റെ ലോകസുഖങ്ങളെല്ലാം. നായകനാമെൻ്റെ മന്നനെ ഓർത്തു ഞാൻ തൻ തിരുനാമത്തിനായി. നായകനാമെൻ്റെ മന്നനെ ഓർത്തു ഞാൻ തൻ തിരുനാമത്തിനായി. സ്വർഗഭാഗ്യം ഓർക്കുമ്പോൾ എൻ്റെ ഉള്ളമാനന്ദിക്കുന്നേ. തുള്ളിക്കളിച്ചെൻ്റെ സന്തോഷരാജ്യത്തിൽ വേഗം ഞാൻ ചേർന്നിടുമേ. തുള്ളിക്കളിച്ചെൻ്റെ സന്തോഷരാജ്യത്തിൽ വേഗം ഞാൻ ചേർന്നിടുമേ. ഓരോ ദിവസവും ഞാൻ എൻ്റെ പ്രിയനെ നോക്കിക്കൊണ്ട് നേരായ പാതയിൽ സേവനം ചെയ്തു തൻ മാർവോടണഞ്ഞിടുമേ. നേരായ പാതയിൽ സേവനം ചെയ്തു തൻ മാർവോടണഞ്ഞിടുമേ. ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, എൻ്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ. ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവെ വാഴ്ത്തിടുമേ. ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവെ വാഴ്ത്തിടുമേ.
ലോകത്തിൻ മായയിൽ ഞാൻ മുഴുകി പാപത്തിൽ മേവിടുമ്പോൾ താതനെന്നെ വിളിച്ച് സ്നേഹത്തെ ഓർത്തിടുമ്പോൾ ലോകത്തിൻ മായയിൽ ഞാൻ മുഴുകി പാപത്തിൽ മേവിടുമ്പോൾ താതനെന്നെ വിളിച്ച് സ്നേഹത്തെ ഓർത്തിടുമ്പോൾ ലോകം വെറുത്തു മോക്ഷമാർഗത്തിലോടിടുവാനാദിവ്യ സ്നേഹമെന്നെ നിർബന്ധിക്കുന്നതിനാൽ ലോകം വെറുത്തു മോക്ഷമാർഗത്തിലോടിടുവാനാദിവ്യ സ്നേഹമെന്നെ നിർബന്ധിക്കുന്നതിനാൽ പ്രത്യാശയേറിടുന്നേ എന്റെ പ്രിയനുമായുള്ള വാസത്തെ ഓർത്തിടുമ്പോൾ പ്രത്യാശയേറിടുന്നേ. പിൻപിലുള്ളതിനെ ഞാൻ മറന്നു മുൻപിലുള്ളതിനായിട്ടാഞ്ഞുകൊണ്ട് ലാക്കീരയ്ക്കോടിടുന്നേ. പിൻപിലുള്ളതിനെ ഞാൻ മറന്നു മുൻപിലുള്ളതിനായിട്ടാഞ്ഞുകൊണ്ട് ലാക്കീരയ്ക്കോടിടുന്നേ. പാരിൽ പലവിധമാം പാടുകളേറിലും പാദം പതറിടാതെ പാതയിൽ പോയിടുമേ. പാരിൽ പലവിധമാം പാടുകളേറിലും പാദം പതറിടാതെ പാതയിൽ പോയിടുമേ. പ്രത്യാശയേറിടുന്നേ എന്റെ പ്രിയനുമായുള്ള വാസത്തെ ഓർത്തിടുമ്പോൾ പ്രത്യാശയേറിടുന്നേ. കൂടാരമാം ഭവനം അഴിഞ്ഞാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമെനിക്കായൊരുക്കിടുന്നു. കൂടാരമാം ഭവനം അഴിഞ്ഞാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമെനിക്കായൊരുക്കിടുന്നു. മുത്തുമണികളാലെ നിർമ്മിതമാം പുറത്തിൽ കർത്തനോടൊത്തുമോതാൽ വാസം ചെയ്യുന്നതോർത്താൽ. മുത്തുമണികളാലെ നിർമ്മിതമാം പുറത്തിൽ കർത്തനോടൊത്തുമോതാൽ വാസം ചെയ്യുന്നതോർത്താൽ പ്രത്യാശയേറിടുന്നേ എന്റെ പ്രിയനുമായുള്ള വാസത്തെ ഓർത്തിടുമ്പോൾ പ്രത്യാശയേറിടുന്നേ. കാലമില്ലവിടെ നിത്യം കുഞ്ഞാടതിൻ വിളക്കായി വിലസിടുന്ന സൗഭാഗ്യ പട്ടണത്തിൽ. കാലമില്ലവിടെ നിത്യം കുഞ്ഞാടതിൻ വിളക്കായി വിലസിടുന്ന സൗഭാഗ്യ പട്ടണത്തിൽ. വേഗം ഞാൻ ചേർന്നിടുമേ ആമൗര്യഗേഹമതിൽ നിത്യയുഗങ്ങൾ മോദാൽ ശുദ്ധരോടൊത്തു വാഴാൻ. വേഗം ഞാൻ ചേർന്നിടുമേ ആമൗര്യഗേഹമതിൽ നിത്യയുഗങ്ങൾ മോദാൽ ശുദ്ധരോടൊത്തു വാഴാൻ. പ്രത്യാശയേറിടുന്നേ എന്റെ പ്രിയനുമായുള്ള വാസത്തെ ഓർത്തിടുമ്പോൾ പ്രത്യാശയേറിടുന്നേ.
പ്രമോദത്താൽ പൊങ്ങിടുന്നേ പ്രിയ നിന്നോടു ചേർന്നിടുവാൻ. കണ്ണിൽ കൊതിച്ചിടുന്നേ കാന്തനെ കണ്ടു ഞാനും തന്നനുരൂപനായി നിത്യവും വാണിടുവാൻ. കണ്ണിൽ കൊതിച്ചിടുന്നേ കാന്തനെ കണ്ടു ഞാനും തന്നനുരൂപനായി നിത്യവും വാണിടുവാൻ. പ്രത്യാശയേറിടുന്നേ എന്റെ പ്രിയനുമായുള്ള വാസത്തെ ഓർത്തിടുമ്പോൾ പ്രത്യാശയേറിടുന്നേ. ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, എൻ്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ. ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവെ വാഴ്ത്തിടുമേ. ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവെ വാഴ്ത്തിടുമേ. മായ ഇമ്പം വിടുന്നേ എൻ്റെ ലോകസുഖങ്ങളെല്ലാം. നായകനാമെൻ്റെ മന്നനെ ഓർത്തു ഞാൻ തൻ തിരുനാമത്തിനായി. നായകനാമെൻ്റെ മന്നനെ ഓർത്തു ഞാൻ തൻ തിരുനാമത്തിനായി. സ്വർഗഭാഗ്യം ഓർക്കുമ്പോൾ എൻ്റെ